എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അശോകം എന്ന് പറയുന്ന ഈ ഒരു വൃക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. അശോക വൃക്ഷം അല്ലെങ്കിൽ അശോകം എന്ന പേരിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. കൃഷ്ണകിരീടം എന്നും ചില സ്ഥലങ്ങളിൽ പറയും, എന്നാൽ ചിലയിടത്ത് കൃഷ്ണകിരീടം വേറെയാണ് കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു ചെടിക്കല്ല, ഈ ഒരു മരത്തിന് ഒട്ടനവധി പ്രാധാന്യങ്ങളുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാനലിൽ പറയണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാസ്തുശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ ചില ചെടികളെ കുറിച്ചിട്ടും ഇലകളെ കുറിച്ചിട്ടൊക്കെ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. ചില ചെടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്, അതുപോലെ തന്നെ ചില ചെടികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചിട്ടും, എന്നാൽ ചില ചെടികൾ വീട്ടിൽ നട്ടു വളർത്താൻ പാടില്ലാത്തതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മളുടെ ഗൃഹത്തിൽ തീർച്ചയായിട്ടും വച്ച് പിടിപ്പിക്കേണ്ട ഒരു വൃക്ഷമാണ് ഈ ഒരു അശോക വൃക്ഷം. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു തൈയെങ്കിലും നിങ്ങൾ വച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജീനെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മളുടെ ഗൃഹത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. ചിലർ പറയും, ഇന്ന് തന്നെ ഇപ്പം എൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പലരും പലതാണ് ഓരോ വീഡിയോയിലും പറയണമെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചിലർക്ക് ചില വൃക്ഷങ്ങളുടെ ആയിക്കോട്ടെ, ചില വസ്തുക്കളുടെയൊക്കെ പ്രാധാന്യം മനസ്സിലായി കഴിഞ്ഞാൽ ചിലരെന്ത് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ആ സൗഭാഗ്യങ്ങളും ഗുണങ്ങളും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അനുഗ്രഹമൊന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ തെറ്റിച്ച് പറയുന്നവരുണ്ട്. അതായത് ഇത് നിങ്ങൾ വീട്ടിലൊന്നും വെച്ച് പിടിപ്പിക്കാൻ പാടില്ല എന്നും, അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിക്കാൻ പാടില്ല, ഇന്ന ദൈവത്തിനെ വെച്ച് ആരാധിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്കിന്ന് യൂട്യൂബിൽ കാണാൻ സാധിക്കും. നമ്മളാരും പരിഹസിച്ച് പറയല്ല എങ്കിൽ പോലും അങ്ങനെ ചിലരുണ്ട്. അതായത് അവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയുണ്ടാവും, പക്ഷെ മറ്റുള്ളവരിലേക്ക് റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ വീഡിയോസ് കണ്ടിട്ട് ബാക്കിയുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരിക്കലും മോശമായിട്ട് പറയരുത്. നമ്മൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംശയം വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും അശോക വൃക്ഷത്തിൻ്റെ ഒരു തൈയെങ്കിലും നട്ടിരിക്കണം. കാരണം നമ്മളുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീനെയും ഇല്ലാതാക്കിയിട്ട് നമ്മളുടെ ഗൃഹത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് ഈ ഒരു ചെടി സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും എന്തിനാണ് വീഡിയോ വയ്ക്കുന്നത്? ഈ ഒരു കാര്യം ഞാൻ ഒട്ടനവധി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിൽ സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പോൾ നമ്മളുടെ വീട്ടിലൊരു നെഗറ്റീവ് എനർജി കിടന്ന് ചുറ്റി കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് പല രീതിയിലും അത് ബാധിക്കും. അത് ഫിനാൻഷ്യലി ആയിരിക്കും, ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് പലപ്പോഴും വൃക്ഷങ്ങളുടെ സാമീപ്യം പോലും സഹായിക്കും എന്നാണ് വാസ്തു നിർദ്ദേശിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അശോക വൃക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് നമ്മളുടെ പുരാണങ്ങളിൽ വരെ പറയുന്നുണ്ട്. ചിലയിടത്ത് സീത അശോക് എന്ന പേരിലൊക്കെയാണ് ഈ ഒരു വൃക്ഷം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുഃഖദുരിതങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറാനും നമ്മളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും അങ്ങനെ നമ്മളുടെ ഗൃഹത്തിലെ എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് ഈ വൃക്ഷം സഹായിക്കും. ഗൃഹത്തിനോട് ചേർന്ന് വളർത്താൻ പാടില്ല എന്നൊക്കെ ചില വിഡ്ഢികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറയുക, ഈ ഒരു വൃക്ഷത്തിൻ്റെ പ്രാധാന്യം അറിയുന്നവർ മറ്റുള്ളവരിലേക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് കൊടുക്കുന്നതാണ്. ചിലർക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് കിട്ടിയെങ്കിൽ മറ്റാർക്കും കിട്ടാൻ പാടില്ല എന്നുള്ളൊരു തോട്ട്, അങ്ങനെയുള്ളവരാണ് പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ നട്ട് വളർത്താവുന്നതാണ്. നമ്മളുടെ പ്രധാന വാതിലുണ്ടാവില്ലേ, ഉമ്മറത്തെ പ്രധാന വാതിലിന് ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് നട്ട് വളർത്താം. അതുകൊണ്ട് ഒരു ദോഷവും നിങ്ങൾക്ക് വരില്ല. ഇന്ന സ്ഥാനത്ത് നട്ട് വളർത്തണം, അതായത് പ്രധാന വാതിലിന് ഇടതുവശത്തായിട്ട് നട്ട് വളർത്താം. അതുപോലെ തന്നെ വടക്ക് ദിശയിൽ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഈ ഒരു അശോക വൃക്ഷം നട്ട് വളർത്താവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വരില്ല, ഗുണങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ഗൃഹത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് നമ്മളുടെ അശോക വൃക്ഷം നട്ട് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടായിരിക്കുന്നതാണ്. മഹാലക്ഷ്മിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളുടെ ഗൃഹത്തിലേക്ക് ഒഴുകിയെത്തുന്നതിന് ഇത് കാരണമാവും. അപ്പം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന വാതിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉമ്മറത്തെ വാതിലില്ലേ, നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്
നമ്മളുടെ പ്രധാന വാതിലിൻ്റെ ഇടത് വശത്തായിട്ട് നട്ടു വളർത്താം. ഇടത് വശത്ത് പറയുമ്പോൾ വീടിൻ്റെ ഇടത് വശത്ത് നമ്മൾ വാതിലിൻ്റെ ഇടത് വശത്ത് വളർത്തില്ലല്ലോ, അതിനോട് അതായത് ആ ഒരു ഏകദേശം ആ ഒരു സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇടത് സൈഡിൽ അവിടെ നിങ്ങൾ നട്ടു വളർത്തുക. അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ വടക്ക് മൂല അല്ലെങ്കിൽ വടക്ക് സ്ഥാനത്ത് വടക്ക് ദിശയിലായിട്ട് നട്ടു വളർത്തുക. വടക്ക് ദിശ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ദിശ കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊന്ന് ചോദിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും പല കാര്യങ്ങളും ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ വന്നിരുന്ന് പറയും. ചിലതൊക്കെ സത്യമായിരിക്കും, ചിലത് നിങ്ങളെ കബളിപ്പിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്, അതുകൊണ്ട് അതിന് നല്ല നേട്ടമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലരെന്താ ചിന്തിക്കുക, മറ്റാർക്കും അത് കിട്ടരുത് വെച്ചിട്ട് മറ്റുള്ളവരിൽ ഒരു ഭയം കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ അത്തരങ്ങളും തട്ടിപ്പിടിയൊന്നും വീഴാതിരിക്കുക കേട്ടോ.